ഇതിനായിട്ട് ഒരു പാത്രം ചൂടാക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടായതിന് ശേഷം വെളുത്തുള്ളി. ഇതൊരു 18 എണ്ണം ഉണ്ട് കേട്ടോ. ഇത് കുഞ്ഞിതാണിത്. വലുതാണെങ്കിൽ ഒരു 8 എണ്ണമൊക്കെ മതിയാവും. ചെറിയ ഉള്ളി നെടുകെ കീറിയതാട്ടോ, അതൊരു 8 എണ്ണം ഉണ്ട്. ഇതിലേക്ക് 2 വലിയ തക്കാളി ആട്ടോ. ഇത് മീഡിയം കഷ്ണത്തിലാണ് അരിഞ്ഞേക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുമ്പോൾ നമുക്ക് എരിവ് എത്ര വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചാട്ടോ ചേർക്കേണ്ടത്. ഇതിൻ്റെ അകത്ത് വേറെ ഇനി നമ്മൾ പച്ചമുളകൊന്നും ചേർക്കത്തില്ല. ഇതിൻ്റെ അകത്ത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇപ്പം നമ്മുടെ തക്കാളി ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇതൊന്നും നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലപോലെ ഉടഞ്ഞ് കിട്ടണം. ഇത് നമുക്ക് തക്കാളിയുടെ തൊലി വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കതെടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇച്ചിരി മീഡിയം വലുപ്പത്തിലല്ലേ നമ്മൾ അരിഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോൾ തൊലി ഇതാ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്കതെടുത്ത് മാറ്റാം. നമ്മൾ ആ തൊലി എന്തായാലും അങ്ങനെ തന്നെ കിടക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്തെ തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കും. ഇതുപോലെ ഇങ്ങനെ ഉടച്ചെടുത്തുകൊണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ഉടഞ്ഞു കിട്ടാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല വെണ്ണ പോലെ അരിഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെച്ചാട്ടോ. ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് അതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം. പുളി ഒഴിച്ചതിന് ശേഷം, അപ്പോൾ പുളി ചേർക്കുമ്പോൾ ഇത് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞതിന് ശേഷം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ തക്കാളി നല്ല വെന്താൽ മാത്രമല്ലേ ഉടയത്തുള്ളൂ. പുളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഉള്ളിയും വെളുത്തുള്ളിയൊന്നും വെന്ത് ഉടയത്തില്ല. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അലിഞ്ഞു വരും. അപ്പോൾ നമ്മൾ ഒഴിച്ചിരിക്കുന്ന ആ പുളിവെള്ളവും ഒന്ന് വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ, ഇഡ്ഡലി, ദോശ, പിന്നെ ചപ്പാത്തി അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു കറിയാട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ കറികളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് മാത്രം മതി കേട്ടോ കഴിക്കാനായിട്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നല്ല പുളിയും എരിവും ഉപ്പും ഒക്കെയുള്ള ഒരു നല്ല അടിപൊളി തക്കാളി ചട്നി കേട്ടോ. ഇതുപോലെ ആയിരിക്കുന്നത്, നല്ല തിക്കായിട്ടുള്ള. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം പിന്നെ അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.